ഗുലാബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ഭാഗങ്ങൾ പഠിച്ചു അല്ലേ? എന്താ പഠിച്ചേ? സല്ലത്തുൽ ഖുമാമ, ഉരീദുൽ മാഅ, ശുക്രൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിച്ചില്ലേ അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഖുമാമ എന്ന വാക്ക് ഓർമ്മയുണ്ട് അല്ലേ മക്കൾക്ക്? അൽ ഖുമാമ, മാഹിയൽ ഖുമാമ. അൽ ഖുമാമത്തു വേസ്റ്റ്. വേസ്റ്റ് എവിടെയായിരുന്നു? ഇതെവിടെയാണ്? ഫിഷാഹിന അല്ലെ? കസ്സിലായിരുന്നു. നമ്മൾ സാധാരണ വേസ്റ്റ് എവിടെ കൊണ്ടുവിടല്? വേസ്റ്റ് എവിടെ ഇടല്? ഞാനൊരു വീഡിയോ കാണിച്ചു തരാം മക്കൾക്ക്. നമുക്ക് നോക്കാം വീഡിയോ. ഇത് കണ്ടോ മക്കള്? ഇതെന്താണ്? നമുക്ക് വീഡിയോ കാണാം. അതിൽ പെട്ടില്ലേ? അതൊരു വേസ്റ്റ് ബോക്സ്. ഇതിന് നമ്മൾ സല്ലത്തുൽ ഖുമാമ എന്നാ പറയുക. എന്താ മക്കളെ? സല്ലത്തുൽ ഖുമാമ എന്ന് പറഞ്ഞു നോക്കിയേ. സല്ലത്ത് വേസ്റ്റ് ബോക്സ് അല്ലെ? അപ്പൊ വേസ്റ്റ് ബോക്സിൽ ഇപ്പൊ എന്തൊക്കെ ഇട്ടു? കുപ്പി ഇട്ടു, പിന്നെ പഴത്തൊലി ഇട്ടു. ഇനി എന്താ നോക്കാം. ഇരുമ്പ് സാധനങ്ങൾ ഇട്ടു, പേപ്പർ ഇട്ടു, മുട്ട ഇട്ടു, കുപ്പികൾ ഇട്ടു, ഗ്ലാസുകൾ ഇട്ടു, ഇരുമ്പിട്ടു, എല്ലാം കൊണ്ട് ഒരു വേസ്റ്റ് ബോക്സിൽ ഇട്ടു അല്ലെ? നിങ്ങൾ ഇങ്ങനെയാണോ ഇടല് വേസ്റ്റ് ബോക്സില്? ആണോ? ഇങ്ങനെയാണോ ഇടേണ്ടത്? നമ്മള് ഇങ്ങനെയാണോ? വേണ്ട, പിന്നെ കുറച്ച് പുറത്തായി. ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം ബാക്കിയൊക്കെ കുറെയൊക്കെ പുറത്താക്കണം. ഡോണ്ട് ഡു ദിസ്. നിങ്ങൾ എന്ത് ചെയ്ത്? ഇങ്ങനെ ചെയ്യരുത്. വേസ്റ്റ് കൊണ്ടിടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ ചെയ്യണം? സാർ ഇവിടെ കാണിക്കുന്നത് ശ്രദ്ധിച്ചോട്ടാ. കേട്ടോ? ഇവിടെ കുറെ ഉൽബ അല്ലെങ്കിൽ സല്ല അല്ലെ? സല്ലാത്തും ബിൽ അൽവാൻ, വിവിധ നിറങ്ങളിലുള്ള സല്ലാത്തുണ്ട് അല്ലെ? അയ്യു ലൗനിൻ ഹാദാ, ഇത് ഏതാ നിറം? അഹ്മർ അല്ലെ? വഹാദ അഖ്ളർ, പച്ച. വഹാദ അസ്ഫർ അല്ലെ? അസ്ഫർ. വഹാദ അസ്ഫർ. പിന്നിതോ അസ്റഖ്. ഇതോ ബുന്നി അല്ലെ? ബ്രൗൺ നിറം. അപ്പൊ ഇവിടെ ഈ 5 നിറങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഓരോന്നിനും നേരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്. റെഡില് പ്ലാസ്റ്റിക് ഇടണം. ഈ എന്താണ് ഗ്രീനില് എന്തിടണം? അഹ്ലറിൽ എന്തിടണം? ഗ്ലാസ് ഇടണം. ഇതില് മെറ്റൽ ഇടണം. ഇതില് പേപ്പർ ഇടണം. ഇതില് ഓർഗാനിക്. ഇതൊരു കളറാണ്. അപ്പൊ നമ്മൾ വേസ്റ്റ് എപ്പോഴും വിവിധ ബോക്സുകളിലാണ് ഇടുന്നത്. എല്ലാം കൂടി ഒന്നിൽ കൊണ്ടിടരുത് അല്ലേ? നമ്മുടെ പാഠപുസ്തകത്തില് മക്കൾ ശ്രദ്ധിച്ചു നോക്കോട്ടാ. ഓരോന്നിൽ ഇടുന്നത് ശ്രദ്ധിച്ച് എന്തൊക്കെയാ? It is better to sort the garbage. പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടു അല്ലേ? റെഡില് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടു. ഓക്കെ. ഈ വീഡിയോ മക്കൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ സാർ ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പോയി കാണാം. ഇൻഷാല്ലാ. ഓക്കെ. Plastic. അതില് ഗ്ലാസുകൾ കൊണ്ടിട്ടു വേണ്ട. Glass. പിന്നെയോ ഇതില് ഇരുമ്പ് മെറ്റലുകളുണ്ട്. Metal. ഇവിടെ അടുത്തതിൽ പേപ്പറുകളെ കൊണ്ടിരുന്നു കണ്ടില്ലേ? അവസാനത്തേലാണ് നമ്മള് ഫുഡ് കഴിച്ച വേസ്റ്റുകൾ ഇടുന്നത്. മനസ്സിലായോ? Organic. അപ്പൊ വിവിധ നിറങ്ങളിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ബുക്കിൽ വേറെ നിറത്തിലാണ് ഉള്ളത്. അത് മക്കൾ കാര്യാക്കണ്ട. അതാണ്. അത് തന്നെയാണ്. നോക്കൂ, ഇവിടെ ഇതില് നമ്മുടെ വീഡിയോയില് ഇത് പേപ്പർ വേസ്റ്റ് അല്ലെ? റെഡില് പ്ലാസ്റ്റിക് വേസ്റ്റ്. എന്നാൽ ഇവിടെ പച്ച നിറമുണ്ട്. പച്ച നിറത്തിലാണ് ഇവിടെ എന്ത് വേസ്റ്റ് ഇട്ടിരിക്കുന്നത്? എന്ത് വേസ്റ്റ്? ഫുഡ് വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് ബൈത്തി നളീഫ്. എന്റെ വീട് ഹൈജീനാണ്, നല്ല വൃത്തിയുള്ളതാണ്. വൃത്തിയുള്ളതാകാൻ എന്ത് വേണം? നമ്മൾ വേസ്റ്റ് ഇങ്ങനെ പലവിടെ എല്ലാം കൂടി ഒന്നിൽ കൊണ്ടിടരുത്
അല്ലേ? ഹാഫിദു അല നലാഫത്തിൽ ബൈത്തി വൽ ബിഅ. നമ്മൾ എന്ത് ചെയ്യണം? ഹാഫിദ് കീപ് ചെയ്യണം. എന്ത് കീപ് ചെയ്യണം? നലാഫത്തുൽ ബൈത്ത് വീടിന്റെയും ബിഅ പരിസ്ഥിതിയുടെയും ശുചിത്വം കാക്കണം, അല്ലെ? അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കുറെ കുമാമ അൽ ഔറാഖ് ഫി സുന്ദൂഖിൽ അഖ്ലർ. ഇവിടെ ഹുനാക്ക ബഅദു സുന്ദൂഖ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ഉൽബ അല്ലെങ്കിൽ സെല്ല എന്നൊക്കെ പറയാം. സെല്ല, ഇതിവിടെ സുന്ദൂഖ് എന്നാ പറയുന്നത്. എന്താണ്? ഇഹാദ സുന്ദൂഖുൻ ഐ ലൗനിൻ സുന്ദൂഖിൻ അസ്റഖ്. അസ്റഖ് കണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ട് അസുന്ദൂഖുൽ അസ്റഖ്. പിന്നെ ഇതേതാണ്? സുന്ദൂഖുൽ അഖ്ലർ, പച്ച നിറത്തിലുള്ള ബോക്സ്. പിന്നെയോ വേറെ ഒരു നിറവും കൂടിയുണ്ട്, സുന്ദൂഖുൽ അഹ്മർ. സുന്ദൂഖുൽ അഹ്മർ. അപ്പൊ നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചതുപോലെ എന്താണ് ഈ ബ്ലൂവിൽ അല്ലെ ഖുമാമത്തുൽ ഔറാഖ് പേപ്പർ വേസ്റ്റ് ഫി സുന്ദൂഖുൽ അസ്റഖ്. പേപ്പർ വേസ്റ്റ് നമ്മൾ എവിടെ ഇടണം? സുന്ദൂഖുൽ അസ്റഖ് നീല ബോക്സിലിടണം, അല്ലെ? പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുക അറിയോ? ഈ ഖുമാമത്തുൽ ഔറാഖ് എന്ന വാക്കും ഈ ബോക്സും രണ്ടു ഭാഗത്തായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പൊ മക്കള് സുന്ദൂഖുൽ ഔറാഖിനെ ഖുമാമത്തുൽ ഔറാഖ് ഇതിലേക്ക് ഇങ്ങനെ മാച്ച് ചെയ്യണം. മനസ്സിലായോ? ഖുമാമത്തുൽ ഔറാഖ് എന്താണ്? ഖുമാമത്തുൽ ഔറാഖ്. ഔറാഖ് പേപ്പർ വേസ്റ്റ് ഫി സുന്ദൂഖിൽ അസ്റഖ്. ഏതിലിടണം? നീലതിലിടണം. പിന്നെ ഖുമാമത്തു ത്വആം. ഖുമാമത്തു ത്വആം ഫുഡ് വേസ്റ്റ് ഫി സുന്ദൂഖിൽ അഖ്ലർ. പച്ചതിലിടണം. നമ്മൾ വീഡിയോയിൽ കണ്ടത് ബ്രൗൺ ആയിരുന്നു, നമ്മുടെ പാഠഭാഗത്തില് ഗ്രീൻ ആണ് കേട്ടോ. വീഡിയോയിൽ ഗ്രീൻ ഏതായിരുന്നു? ഗ്ലാസ് വേസ്റ്റ് ആയിരുന്നു, അല്ലെ? നമുക്കിവിടെ നമ്മുടെ പാഠഭാഗത്തില് അത് ഏത് കളർ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഫി സുന്ദൂഖിൽ അഖ്ലർ എന്ത് വേസ്റ്റ്? ഖുമാമത്തു ത്വആം. എന്താ പറഞ്ഞ മക്കളെ? ഫുഡ് വേസ്റ്റ് നമ്മൾ എവിടെ ഇടണം? സുന്ദൂഖിൽ അഖ്ലർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു 3 ബോക്സ് വരച്ചിട്ട് ഒന്നിൽ ഇങ്ങനെ ഖുമാമത്തുൽ ഔറാഖ് എന്ന് എഴുതണം, ഇതില് നീലയില്. ഇതിലോ ഖുമാമത്തു ത്വആം എന്ന് എഴുതണം, ഗ്രീനില്. ഖുമാമത്തുൽ ലദാഇൻ. ലദാഇൻ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്. നേരത്തെ കണ്ടില്ലേ? നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ? പ്ലാസ്റ്റിക് റെഡില്. ഖുമാമത്തുൽ ലദാഇൻ ഫി സുന്ദൂഖിൽ അഹ്മർ. ഏതിലാണ്? റെഡ് ബോക്സ്. റെഡ് ബോക്സിൽ ഇടണം പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടണം. അപ്പൊ നമ്മുടെ വീട് എന്താവും? ബൈറ്റി നളീഫ്. അപ്പൊ നമ്മുടെ എന്റെ വീട് എന്താവും? നളീഫുൻ, വൃത്തിയുള്ളതാണ്. വീടും മാത്രമല്ല, മദ്രസത്തി നളീഫ, സ്കൂളും വൃത്തിയുള്ളതാകും. ബിഅതി നളീഫത്ത, എന്റെ പരിസ്ഥിതിയും നല്ല വൃത്തിയുള്ളതാകും. ആവണം. അപ്പൊ നമ്മൾ ഇനി മോഡിൽ പഠിച്ച പ്രകാരം സാറ് നേരത്തെ പറഞ്ഞില്ലേ മാച്ച് ചെയ്യാൻ ചോദിക്കുമെന്ന്, അല്ലെ? ഹുനാക സുന്ദൂഖുൻ ബില്ലൗനിൽ അഹ്മർ വഹാദ അസ്റഖ് വഹാദ ഇത് അഖ്ലർ, ഇത് അസ്റഖ്, അല്ലെ? അപ്പൊ അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യണ്ടേ? എങ്ങനെ മാച്ച് ചെയ്യും? ഇവിടെ അസ്റഖ്. അസ്റഖ് എവിടെ ഇരിക്കണേ? ഇവിടെ താഴെ ഇരിക്കുന്നു, അല്ലെ? താഴെ. അപ്പൊ നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം? അസ്റഖ് ഇങ്ങനെ മാച്ച് ചെയ്യാം. അസ്റഖിൽ എന്ത് വേസ്റ്റ് ആണ് വരേണ്ടത്? പേപ്പർ വേസ്റ്റ് ആണ്, അല്ലെ? പേപ്പർ വേസ്റ്റ്. അപ്പൊ നമ്മൾ അതും നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാം. ഓക്കെ. സുമ്മ പിന്നെ ഏതാ? അഹ്മർ. അഹ്മർ നമുക്ക് അഹ്മറിലേക്ക് മാച്ച് ചെയ്യാം. അഹ്മറിൽ എന്താ വരേണ്ടത്? പ്ലാസ്റ്റിക് വേസ്റ്റ്, അല്ലെ? പ്ലാസ്റ്റിക് വേസ്റ്റ്. അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ. സുമ്മ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ, അല്ലെ? ഇങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റ് കേട്ടോ. പിന്നെ അടുത്ത ഏതാ? അഖ്ലർ.
അഹ്ലർ. അഹ്ലർ ഏതാ? അഹ്ലർ ഇരിക്കുന്നു അല്ലെ. അഹ്ലർ അഹ്ലർ അതിൽ ഫുഡ് വേസ്റ്റ് എങ്ങനെ ആയിരിക്കും അല്ല മക്കളെ? ആ കളറും അതിലിടേണ്ട വേസ്റ്റിനെ കുറിച്ചും നമുക്ക് നല്ല ധാരണ വേണം കേട്ടോ മക്കളെ. പക്ഷെ അതാണ് നിങ്ങൾക്ക് അതില് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി. എല്ലാവരും ചെയ്യില്ലേ? ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മളെ നാട്ടില് നമ്മള് നമ്മുടെ വീടൊക്കെ ശുദ്ധിയാക്കാൻ തീരുമാനിച്ചു അല്ലെ. ഇനിയോ ഇപ്പൊ നാടും കൂടി വൃത്തിയാക്കണം. നാട് വൃത്തിയാകാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടക്കണം. ആ പ്രോഗ്രാമിന്റെ അനൗൺസ്മെന്റ് ഈ അയലാനാണ് പോകുന്നത് അല്ലെ. ഹുനാക്ക മർക്കബൻ ഒരു വാഹനം അല്ലെ. അയ്യു മർക്കബിൻ ഏതാണ് വാഹനം? ജീപ്പാണ് അല്ലെ. ജീപ്പ്. ജീപ്പില് എന്തൊക്കെയുണ്ട്? എന്തുണ്ട്? മിസ്മാർ അല്ലെ. മൈക്കും സ്പീക്കറും ഒക്കെ ഉണ്ട്. സമ്മാർ എല്ലാം ഉണ്ട് അല്ലെ. അതിൽ വിളിച്ചു പറയാൻ എന്താ വിളിച്ചു പറയുന്നത് അറിയോ? വിളിച്ചു പറയുന്നത് എന്താ? മർഹബൻ ബിക്കും ജമീഅ. മല മർഹബൻ ബിക്കും ജമീഅ. മർഹബൻ വെൽക്കം ഓൾ. വെൽക്കം ഓൾ. എന്താണ് പരിപാടി? എന്താണ് പരിപാടി? ബർനാമജ് പ്രോഗ്രാമാണ്. എന്ത് പ്രോഗ്രാം? പ്രോഗ്രാമിന്റെ പേരെന്താ? അസ്സിഹ്ഹത്തു ലിൽ ജമീഅ. അസ്സിഹ്ഹത്തു ലിൽ ജമീഅ. ഹെൽത്ത് ഫോർ ഓൾ. ഹെൽത്ത് ഫോർ ഓൾ. എല്ലാവർക്കും ആരോഗ്യം. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവണം അല്ലെ. അയ്യോമിൻ ഏത് ദിവസമാണ് നടക്കുന്നത്? അസാനി മിൻ ഒക്ടോബർ. ഒക്ടോബർ 2 അല്ലെ. അയ്യു ബർനാമജ് അസ്സിഹ്ഹത്തു ലിൽ ജമീഅ എന്ന പ്രോഗ്രാം ഫി അയ്യൗമിൻ ഏത് ദിവസമാണ്? ഒക്ടോബർ 2. ഫി അയ്യ മക്കാനിൻ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ഹദീഖത്തുൽ ഖറിയ. അൽ മക്കാൻ ഹദീഖത്തുൽ ഖറിയ ഗ്രാമത്തിലെ പാർക്കിൽ. ഹദീഖ പാർക്ക്. പാർക്കിലാണ് പ്രോഗ്രാം നടക്കുന്നത്. എന്ത് പ്രോഗ്രാമാ? അസ്സിഹ്ഹത്തു ലിൽ ജമീഅ. എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകണം എന്ന്. അപ്പൊ ഒരു പ്രസംഗത്തിനൊക്കെ ആയിരിക്കും അല്ലെ. പ്രോഗ്രാം ആയിരിക്കും. എല്ലാവർക്കും മർഹബൻ ബിക്കും ജമീഅ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാം. അങ്ങനെ ആ പ്രോഗ്രാം നടന്നു. എവിടെ നടന്നിട്ടുണ്ടാവുക? ഹദീഖത്തുൽ ഖറിയ. ഹദീഖത്തുൽ ഖറിയ ഗ്രാമത്തിലെ പാർക്കില്. അപ്പൊ കുറെ ആളുകൾ അവിടെ വന്നു അല്ലെ. ഹുനാക തൊബീബുൻ ഒരു തൊബീബ് ഉണ്ട്. ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ട്. ഹുനാക ബഅദുന്നാസ് കുറെ ജനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഡോക്ടർ അത്തൊബീബ് അന്നഹു യഖ്തുബ് അദ്ദേഹം പറയുകയാണെന്ത്? എന്താ മക്കളെ പറഞ്ഞേ? ഇതുപോലെ നിങ്ങൾ പ്രസംഗിക്കണം നിങ്ങളുടെ സ്കൂളിലെ. വൃത്തിയായി സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച് എന്താ പറഞ്ഞ അദ്ദേഹം? അഹിബത്തി. അഹിബത്തി പറഞ്ഞേ. ഹാദിഹി ഖറിയത്തുൻ നദീഫ. ഹാദിഹി ഖറിയത്തുൻ നദീഫ. നഹ്നു ഫി ഹദീഖത്തിൻ ജസ്സാബ. നമ്മളൊരു നഹ്നു ഫി ഹദീഖത്തിൻ ജസ്സാബ. നറാ ഹുനാ അസ്ഹാറൻ ജമീല. നുഹാഫിദു അലാ ബിഅത്തിനാ സലീമ. അഇസാഇ حافظوا على نظافة الجسم وتجنبوا الأسقام. شكرا لكم. شكرا لكم. അപ്പൊ ആ വീഡിയോ നമുക്ക് ഈ പ്രസംഗം ഒന്ന് കേട്ടാലോ? ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഡോക്ടർ പ്രസംഗിച്ചൊന്ന് കേക്കാട്ടോ. أحبتي هذه قرية نظيفة. نحن في حديقة جذابة. ഒന്നും കൂടി കേൾക്കാം. نحافظ على بيئتنا سليمة. أعزائي حافظوا على نظافية الجسم وتجنبوا الأسقيام. شكرا لكم. أحبتي هذه قرية نظيفة. في حديقة جذابة. نحافظ على بيئتنا سليمة. أعزائي حافظوا على نظافية الجسم وتجنبوا الأسقيام. شكرا لكم. أحبتي هذه قرية نظيفة.
نحن في حديقة جذابة نرى ഉണ്ടോ? ഇത് കണ്ടില്ല മക്കളെ? ഡോക്ടർ പ്രസംഗിക്കുന്നില്ലേ? എന്താ കുറച്ച് അഹിബത്തി പ്രിയമുള്ളവരെ, ഹാദിഹി ഖറിയത്തുൻ നദീഫ. ഹാദിഹി ഈ നമ്മുടെ ഈ നാട് അവിടെ ഒരു ഗ്രാമം ഉണ്ട് അല്ലേ? ഹാദിഹി ഖറിയ, ഇതൊരു ഗ്രാമം. നദീഫ, എങ്ങനെയുള്ള ഗ്രാമമാണ്? നദീഫ, നല്ല വൃത്തിയുള്ള ഗ്രാമമാണ്. നഹ്നു ഫീ ഹദീഖത്തിൻ, നമ്മൾ എവിടെയുള്ളത്? ഒരു പാർക്കിൽ. ജസാബ, നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു പാർക്കിലാണുള്ളത്. നറാഹുന അസ്ഹാറൻ ജമീല, നമ്മളിവിടെ എന്താ കാണുന്നത്? അസ്ഹാർ അല്ലെ? ചിത്രത്തിൽ കണ്ടില്ലേ? ഇതാ അല്ല, അസ്ഹാർ. അസ്ഹാർ, നമ്മളിവിടെ കുറെ പൂക്കൾ കാണുന്നുണ്ട്. നുഹാഫിദു അലാ ബിയഅത്തിനാ സലീമ. നുഹാഫിദു അല, നമുക്ക് സംരക്ഷിക്കാം. അലാ ബിയഅത്തിന, നമ്മുടെ ബിയഅത്തിനെ, പ്രകൃതിയെ. സലീമ, സേഫായിട്ട് സംരക്ഷിക്കാം. അഇസായി, കൂട്ടുകാരെ, ഹാഫിദു അലാ നളാഫത്തിൽ ജിസ്മ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. വതജന്നബു അൽ അസ്ഖാം, നിങ്ങൾ അകറ്റണം. അൽ അസ്ഖാം, രോഗങ്ങളെ അകറ്റണം. ശുക്രൻ ലക്കും, നന്ദിയുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് പരിസ്ഥിതി ദിനത്തിലും അതുപോലെ ലോക ആരോഗ്യ ദിനത്തിലൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമാണല്ലേ ഇത്. ഇത് പഠിക്കില്ല മക്കളെ? അഹിബത്തി, പ്രിയമുള്ളവരെ, ഹാദിഹി ഖറിയത്തുൻ നദീഫ, ഇത് നല്ല വൃത്തിയുള്ള ഒരു ഗ്രാമമാണ്. നഹ്നു ഫീ ഹദീഖത്തിൻ ജസാബ, നമ്മൾ മനോഹരമായ ഒരു പാർക്കിലാണ്. നറാഹുന അസ്ഹാറൻ ജമീല, ഇവിടെ മനോഹരമായ പൂക്കളുണ്ട്. നുഹാഫിദു അലാ ബിയഅത്തിനാ സലീമ, നമ്മുടെ പ്രകൃതിയെ നമ്മൾ സേഫായി സൂക്ഷിക്കണം. അഇസായി, പ്രിയമുള്ളവരെ, ഹാഫിദു അലാ നളാഫത്തിൽ ജിസ്മ, നിങ്ങൾ നിങ്ങളുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം. വതജന്നബു അൽ അസ്ഖാം, രോഗങ്ങൾ അകറ്റണം. ശുക്രൻ ലക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി അല്ലേ? നമ്മുടെ ഡോക്ടർ പ്രസംഗിച്ചതുപോലെ. ഏതുപോലെ? هذه قرية نظيفة. نحن في حديقة جذابة نحافظ على بيئتنا سليمة. نحافظ على بيئتنا السليمة. إدلي أعزائي، حافظوا على نظافية الجسم. حافظوا على نظافة الجسم. لا وتجنبوا الأسقيام. شكرا لكم. അല്ല, അയാള് പ്രസംഗം കഴിഞ്ഞപ്പോ എല്ലാവരും കൈയടിച്ചു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത, അപ്പൊ ഇത് നിങ്ങൾ ഈ പ്രസംഗം നിങ്ങൾ പഠിക്കണം. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നളാഫത്തുൽ ജിസ്ം, നിങ്ങളുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കാം. ഇനി നോക്കൂ മക്കളെ, ഇവിടെ കുറച്ച് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോ? നഖ്റ, നമുക്ക് വായിക്കാം. മക്കളും കൂടെ വായിക്കണം. ഹാദാ ഖിത്തുൻ സഗീറുൻ, ഹാദാ ഖിത്തുൻ സഗീറുൻ അല്ലേ? റഅയ്തു സഹ്റൻ ജമീലൻ, كتبت بقلم جديد. كتبت بقلم جديد. സാർ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. വീണ്ടോട്ടോ മക്കളെ. دعونا في البداية نتذكر سويا الحركات الثلاث. الفتحة مثل تا. الضم ല്ലേ, അറിയില്ലേ? ഫത്ഹ ല്ലേ, ഒരു അക്ഷരത്തിന്റെ മുകളിൽ ഒരു വര കിട്ടുന്നപ്പോ നമ്മൾ അതിനെ ഫത്ഹ എന്ത് പറഞ്ഞു? ഫത്ഹത്ത് എന്ന് പറഞ്ഞു. ഇവിടെയോ അക്ഷരത്തിന്റെ മുകളിൽ ലം ഇട്ടു അല്ലെ, ഈ കുനിപ്പെട്ടു, അപ്പൊ ദമ്മത്ത്. അപ്പൊ തു, ഫത്ഹിട്ട ത, ലമ്മിട്ട തു അല്ലേ? مثل الحرف تو والكسرة مثل الحرف تي. അടിയിൽ വരച്ചാല് കസ്റ തി അല്ലേ? ത തു തി, ത തു തി. എന്നാൽ നമ്മുടെ ബുക്കിൽ നോക്കിയേ നിങ്ങള്, ഒരെണ്ണമാണ് ഉള്ളത്. ഇവിടെ ലമ്മുണ്ട്, ഇവിടെയും ലമ്മുണ്ട്, ഇവിടെ ഫത്ഹുണ്ട്, ഇവിടെയും ഫത്ഹുണ്ട്, ഇവിടെ കെസറുണ്ട്, ഇവിടെയും കെസറുണ്ട്. പക്ഷേ രണ്ട് ലമ്മും
രണ്ട് ഫത്ഹും രണ്ട് കസ്റും അല്ലേ കിടക്കുന്നത്? അതിന് നമ്മൾ എന്ത് പറയും? അതിനെന്താ പറയുക നമ്മളെന്നറിയോ? തൻവീൻ എന്നാ പറയാം. എന്താണ് മക്കളെ? തൻവീൻ. പറഞ്ഞു നോക്കിക്കേ, തൻവീൻ. എങ്ങനെ തൻവീൻ വായിക്കേണ്ടതെന്ന് അറിയോ? വീഡിയോ കാണാം കേട്ടോ. ഇത് കണ്ടോ മക്കളെ? ഇവിടെ കണ്ടോ? ഇവിടെ തൻവീൻ ബിൽ ഫത്ഹ്, ഫത്ഹ് കൊണ്ട് തൻവീൻ കൊടുക്കണം അല്ലെ? അപ്പൊ രണ്ട് ഫത്ഹ് ഇട്ട തൻവീനായി. പക്ഷെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാ? തൻ എന്നാണ് വായിക്കുന്നത്. താന്നല്ല പിന്നെ വായിക്കുന്നത്, തൻ. തന്ന് നമ്മൾ പറയും, പക്ഷെ ഇവിടെ നൂനിന് സുക്കൂനിട്ട് എഴുതിയിരിക്കുന്നത് തെറ്റ്. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്ന മക്കള് അല്ലെ? തൻ എഴുതുമ്പോ തായോടും നൂനിന് സുക്കൂനോടും അങ്ങനെ ഇടാതെ ഫത്ഹ് തൻവീൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് തൻ അല്ലെ? അതുപോലെ തന്നെയാണ് തുൻ. രണ്ട് വമ്മിട്ട ഇത് വായിക്കണം, തുൻ. തുൻ ഇങ്ങനെ എഴുതരുത്, എഴുതുന്നത് ഇങ്ങനെ എഴുതണം, രണ്ട് വമ്മിട്ടിട്ട്. അതായത് എന്നുള്ളത് പറയുമ്പോ മാത്രമേ ഉള്ളൂ, എഴുതുന്നില്ല. ഓക്കെ, എഴുതുമ്പോ ഇന്ന് എഴുതാൻ പാടില്ല, രണ്ട് വമ്മാണ് എഴുതുന്നത്. ഓക്കെ. كما كان ينطق قبل حذف النون تن تن. وفي التنوين بالكسر نقول مثلا تاء تحتها كسرة تنطق تي. نضع بعد التاء തിൻ എന്ന് എഴുതിയിട്ടില്ല. പക്ഷെ തിന്ന് നമ്മൾ ഈ ഇൻ എഴുതാൻ പാടില്ല. പിന്നെ എങ്ങനെ എഴുതണം? مكسورة نون ساكنة في النطق وليس في الكتابة وننطقها تن. نحذف الآن النون ونضع തിൻ. കണ്ടോ? തൻ തുൻ തിൻ. കേട്ടോ? ബൻ ബിൻ ബുൻ. ഇതുപോലെയാണ് നമ്മുടെ ബുക്കിലെ വാക്കുകൾ കിടക്കുന്നത്. ഇവിടെ ത്വ എന്ന വാക്കുണ്ടല്ലേ? ത്വായിക്ക് രണ്ട് വമ്മുണ്ട്. അപ്പൊ നമ്മള് തുൻ. റായിക്കും രണ്ട് വമ്മുണ്ട്. അപ്പൊ റുൻ. കണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്ന കിത്തുൻ. നൂൻ എഴുതിയിട്ടില്ലല്ലോ, പക്ഷെ നൂൻ ഉച്ചരിക്കും, നൂൻ പറയും, നൂൻ അവിടെ എഴുതൂല. കേട്ടോ? കിത്തുൻ. സഹ്റൻ ജമീലൻ ഫത്ഹ് തൻവീൻ. ഖലമിൻ ജദീദിൻ. ഓക്കെ. അപ്പൊ നഖറഉ നസ്വ നഖ്താറു കലിമാതൻ ഫിഹാ തൻവീൻ. നമ്മുടെ ബുക്കില് ലമ്മ് തൻവീന്, കസ്ർ തൻവീന്, ഫത്ഹ് തൻവീന് ഉള്ള വാക്കുകൾ മക്കൾ ഇവിടെ എടുത്ത് എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് ലമ്മ് തൻവീനുള്ള വാക്കുകള്? ഏതെയാ? ഇവിടെ ഉണ്ടോ? അതാ ഇവിടെ ഓരോന്ന് നോക്കാം നമുക്ക്. ലമ്മ് തൻവീൻ ആദ്യം നോക്കാം. ലമ്മ് തൻവീനിലെ ഖറിയത്തുൻ ലമ്മ് തൻവീനാണ് അല്ലെ? ഹദീഖത്തിൻ ഏതാണ്? കസ്ർ തൻവീൻ. ജദ്ദാബത്തിൻ കസ്ർ തൻവീൻ. ജമീലത്തൻ ഫത്ഹ് തൻവീൻ. അസ്ഹാറൻ ഫത്ഹ് തൻവീൻ അല്ലെ? സലീമത്തൻ ഫത്ഹ് തൻവീൻ. അപ്പൊ ഓരോന്നും ഇതുപോലെ സാർ പറഞ്ഞു. അപ്പൊ ഇതില് ഈ നളീഫത്തുൻ എന്നുള്ളത്, ഖറിയത്തുൻ എന്നുള്ളത് എവിടെ എഴുതണം മക്കള്? ഇവിടെ എഴുതണം അല്ലെ? ഇതിന്റെ താഴെ എഴുതണം. ഇനി കസ്ർ തൻവീൻ ഏതൊക്കെയാ? ജസ്സാബത്തിൻ, ഹദീഖത്തിൻ അല്ലെ? അതൊക്കെ എവിടെ എഴുതണം? ഈ കസ്ർ തൻവീനിന്റെ ഇവിടെ എഴുതണം. ഓക്കെ. ഇനി ഫത്ഹ് തൻവീൻ ഏതൊക്കെയാണ്? ജമീലത്തൻ, അസ്ഹാറൻ, സലീമത്തൻ എന്നുള്ളതൊക്കെ മക്കൾ എവിടെ എഴുതണം? ഇതിൽ കൊണ്ടെഴുതണം കേട്ടോ. ഇതിന് മുകളിലും വാക്കുകൾ നോക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ അതും എഴുതണം. ഇവിടെ ഉണ്ടോ? ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ലെ? ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഒരുപാട് മുകളിലേക്ക് പോകണ്ട, ഉള്ളത് എഴുതിയാൽ മതി. അപ്പൊ അതാണ് ലമ്മ് തൻവീനും ഫത്ഹ് തൻവീനും കസ്ർ തൻവീനും. ഇതിന് നന്നായിട്ട് മക്കൾ കളർ കൊടുക്കില്ലേ? ഇൻഷാല്ലാ. അപ്പൊ എത്രയാണ് സാർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.